ഗൈസേ, നമ്മളെല്ലാം വഞ്ചിക്കപ്പെട്ടു ഗൈസേ, വഞ്ചിക്കപ്പെട്ടു. എന്തൊക്കെയായിരുന്നു? ഹെൽനോസ് പാട്ടിനെ പോലീസ് പിടിച്ചു, ഹെൽനോസ് പാട്ടിന്റെ ലൈസൻസ് റദ്ദാക്കി, ആന ചേന വാങ്ങ എന്നൊക്കെ വേണ്ടിയിട്ട് എന്താ പറയാ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കത്തിക്കായിരുന്നില്ല എല്ലാരും കൂടി. അതായത് ഹെൽനോസ് പാട്ടിനെ ഞാൻ വിചാരിച്ചു തൂക്കി കൊല്ലുമായിരിക്കും. അങ്ങനെ വരെയായിരുന്നു ഓരോ വീഡിയോസ് കണ്ടത്. ഞാനും അങ്ങനെ വിചാരിച്ചു, കുറെ വീഡിയോസ് ഒക്കെ അതിന് പ്രകാരം ചെയ്തു. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, നമ്മുടെ ഹെൽനോസ് പാട്ട ഇതൊക്കെ ഒന്ന് ഒതുക്കി സ്റ്റേബിൾ ആവുമ്പോൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു. അതേപോലെ തന്നെയാണ് പുള്ളിക്കാരി ഇന്നൊരു ലൈവ് വന്ന് ഉള്ള സത്യമെല്ലാം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും വഞ്ചിക്കപ്പെട്ടത് നമ്മളെ പോലുള്ള വ്യൂവേഴ്സ് ആണ് ഗൈസ്. നമ്മളാണ് വഞ്ചിക്കപ്പെട്ടത്. പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നമല്ല. ലൈക്ക് ഷീ ഈസ് സേഫ് ആൻഡ് ഷീ ഈസ് അറ്റ് ഹെർ ഹോം. അപ്പോ പുള്ളിക്കാരി ഇപ്പൊ ജയിലിലായിരിക്കും, നാളെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ പുള്ളിക്കാരുടെ വണ്ടി നാളെ കത്തിക്കും എന്നൊക്കെ വിചാരിച്ച നമ്മളിപ്പൊ ആരായി ശരിക്കും? എന്താ മേളമായിരുന്നു മറ്റേ മലപ്പുറം കത്തി അമ്പും വില്ലും അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അതൊരു ഫേക്ക് ന്യൂസ് ഇൻ ദ സെൻസ് ഇത്രയും ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ചെയ്ത് ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ ആര് മദ്യപിച്ച് വണ്ടി ഓടിച്ചാലും പോലീസ് പിടിക്കുന്നു, പെറ്റിയടിക്കുന്നു, ചിലപ്പോ ഒരു ഉപദേശ ക്ലാസ് നടത്തുന്നു, അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അതിന് ഇച്ചിരി ഒരു റീച്ച് കിട്ടാനായിട്ട് മീഡിയ അങ്ങ് എടുത്ത് ആഘോഷിച്ചു എന്ന് മാത്രം. ഇതൊക്കെ നമുക്ക് മനസ്സിലായത് പുള്ളിക്കാരി വന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞപ്പോഴാണ്. പുള്ളിക്കാരി സ്റ്റിൽ പിന്നെ പുള്ളിക്കാരി സമ്മതിക്കുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഓൾസോ പുള്ളിക്കാരി പറഞ്ഞു, നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ എന്താ പറയാ അയ്യപ്പ ഭക്തയും പുണ്യാളത്തിയൊന്നും അല്ല. പുള്ളിക്കാരി അത്യാവശ്യം ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുന്ന ആളാണ്. ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് മറ്റേ ഒരു ഫുൾ ബോട്ടിൽ തീർത്തു എന്നൊന്നും അല്ല പുള്ളിക്കാരി പറഞ്ഞത്. ലൈറ്റ് ആയിട്ട് കഴിച്ചിരുന്നു. പക്ഷെ പോലീസ് പിടിച്ച സമയത്ത് പോലീസ് എങ്ങാനും പിടിക്കുന്ന മീൻസ് ആ ഒരു സിനാരി ഉണ്ടല്ലോ, അത് അവോയ്ഡ് ചെയ്യാനാണ് പുള്ളിക്കാരി പെട്ടെന്ന് കാർ എടുത്ത് പോയത്. പക്ഷെ പോലീസ് തൂക്കി അൺഫോർച്ചുനേറ്റ്ലി. അപ്പോ അവർ ഉപദേശമൊക്കെ കൊടുത്തു, ഇനി ഇങ്ങനെ വണ്ടി ഓടിക്കരുത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഫൈൻ കൊടുത്തു. പുള്ളിക്കാരി അതുകൊണ്ട് കോടതിയിൽ അടയ്ക്കുകയും ചെയ്തു. ആൻഡ് ഈ ഇൻസിഡന്റ് നടന്നിട്ട് 2 ദിവസമായി എന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത്. പിന്നെ ഓൾസോ പുള്ളിക്കാരി എൻഷുർ ചെയ്തു, അതായത് പുള്ളിക്കാരിയുടെ ലൈക്ക് ഇതൊരു ന്യൂസ് ആവില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പോലീസുകാരനെ പറഞ്ഞു, നിങ്ങൾ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് അല്ലെങ്കിൽ 10 പേർക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് ഇതൊരു ന്യൂസ് ആകുമായിരിക്കും എന്ന് പോലീസ് പറഞ്ഞു. അതിന് പ്രകാരമാണ് ഇത് ന്യൂസ് ആയത്. കാര്യം നടന്ന 2 ദിവസത്തിന് ശേഷം. ഇത് ഇന്നലെ നടന്നു അല്ലെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് നടന്നു എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സംഭവമാക്കി വെച്ചിരുന്ന നമ്മളാരായി പൊട്ടന്മാർ. ഓക്കെ, അപ്പോ നമ്മളെ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഷീ ഈസ് സേഫ്, ഷീ ഈസ് വിത്ത് ഹർ ഫാമിലി. പിന്നെ ആള് സമ്മതിക്കുന്നുണ്ട്, ആള് ഡ്രിങ്ക്സ് കഴിച്ചിരുന്നു. ആള് ആസ്കർ മെഡിസിറ്റിയിൽ പോയി 3000 എത്ര രൂപയുടെ ഒക്കെ ഒരു ചെക്കപ്പ് നടത്തി. അതിൽ അവരും പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരി, അതായത് അത് നടത്താനുള്ള റീസൺ ഇപ്പൊ തൂഫാനൊക്കെ നടക്കാണല്ലോ, അപ്പൊ പുള്ളിക്കാരി പക്ഷെ അത് ലൈക്ക് പോലീസുകാരോട് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. ഇനി പോലീസുകാരോട് വെച്ചറിയാം. അപ്പോ പുള്ളിക്കാരി പറയുന്നത് പോലീസുകാര് ഡ്രിങ്ക്സ് കഴിച്ചെന്ന് നോട്ടീസ് ചെയ്തപ്പോ തന്നെ അവർ പറഞ്ഞു, വേണമെങ്കിൽ എന്നെ വണ്ടി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. തൂഫാനൊക്കെ ഉള്ളതാണ്. അതായത് പുള്ളിക്കാരി എന്തെങ്കിലും ഡ്രഗ്സോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അവർ ചെക്ക് ചെയ്തപ്പോഴൊന്നും കാര്യങ്ങളൊന്നുമില്ല. കാരണം ആള് ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയ ഒക്കെ പുള്ളിക്കാരി ഡ്രഗ്സ് യൂസ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ ക്ലെയിം ചെയ്യുമ്പോൾ ഷീ വോണ്ട് ടു പ്രൂവ് ദറ്റ് ലൈക്ക് പുള്ളിക്കാരി ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ലെന്ന്. അതിന് വേണ്ടിയിട്ട് ആള് പോയി ബ്ലഡ് ചെക്കപ്പ് ചെയ്തു. അപ്പൊ ഡ്രഗ്സിന്റെ ഒരു അംശം അതിലില്ല. പക്ഷെ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്. ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളത് കൊണ്ട് അത് പ്രൂവ് ചെയ്യാനായിട്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആസ്റ്റർ മെഡിസിറ്റിയിൽ 3000 രൂപയുടെ ചെക്കപ്പ് നടത്തി. ആൻഡ് ഫൈനലി പുള്ളിക്കാരി വെള്ളം അടിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോ നല്ല കാര്യം, പുള്ളിക്കാരിക്ക് ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സേഫ് ആണ് ആള് ഫൈൻ അടിച്ചു, റൂൾസ് എല്ലാം പാലിക്കുന്നു, ഇനി അങ്ങോട്ട് പാലിച്ചോളാം എന്നൊക്കെ പറയുന്നു. എല്ലാം നല്ല കാര്യം. പക്ഷെ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചത് ഇപ്പോഴും തെറ്റ് തന്നെയാണ്. ഓക്കെ, അതിപ്പോ നിങ്ങൾക്ക് വലിയ നമ്മള് സോഷ്യൽ മീഡിയ കൊണ്ടാടുന്ന അത്രയും ശിക്ഷ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും തെറ്റ് തന്നെയാണ് അറ്റ് എനി കോസ്റ്റ്. ഇനി അത് ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ എങ്ങനെ പോയാലും ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് അനുഭവിക്കാൻ, അല്ലെങ്കിൽ അവർ വേറൊരു ഫാമിലി ആയിരിക്കും ദുഃഖിക്കാൻ. അതിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നത്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം അടിച്ചാൽ മതി. പക്ഷേ വെള്ളം അടിച്ചതിന് ശേഷം വണ്ടി എടുത്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ട് ഇറങ്ങരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോ അത്രേ ഉള്ളൂ. ബൈ.